23 സങ്കീർത്തനങ്ങളുടെ പുസ്തകം 123 പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 3-4 വാക്യങ്ങൾ. യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തിരിക്കുന്നു. സുഖിയാന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്നയും സഹിച്ച ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഇടപെട്ടിരിക്കുന്ന ഒരു വാക്യമാണിത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാണ്. യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യുമാറാക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. 123 ഹെഡിങ്ങിനകത്ത് ആരെഴുതി എന്ന് കാണുന്നില്ല, പക്ഷെ 122 മുകളിൽ കാണുന്നു ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതം. സ്തോത്രം. 123 ദാവീദ് എഴുതി എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രൈസ് സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവരെ നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സങ്കീർത്തനക്കാരന് ഒരു ഉറപ്പുണ്ട്, അവൻ്റെ കണ്ണ് എവിടേക്കാണ് നോക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കണ്ണ് നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് പ്രൈസ് ദി ലോർഡ് ദൈവജനത്തിൻ്റെ കണ്ണ് ഉയർത്തേണ്ടത് സ്വർഗത്തിലേക്കാണെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളോട് കൈമാറുകയാണ്. ഇന്ന് രാത്രി കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ലോകത്തിന്റെ പച്ചപ്പുകളിലേക്ക് ദൃഷ്ടി പതിഞ്ഞു പോകരുത്, ലോകത്തിന്റെ സമ്പത്തിലേക്ക് ദൃഷ്ടി പതിഞ്ഞു പോകരുത്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്, ലോകത്തിൻ്റെതായിട്ടുള്ള ഇച്ഛകളിലേക്ക് കണ്ണ് പ്രൈസ് ദി ലോർഡ് ദൃഷ്ടി പതിഞ്ഞു പോകരുത്. ഇന്ന് രാത്രി കാലം പ്രൈസ് ദി ലോർഡ് യേശുവിങ്കലേക്ക് നിങ്ങളുടെ ദൃഷ്ടി പതിയാൻ തക്കവണ്ണം തയ്യാറായാൽ അവങ്കലിലൂടെ യേശുവിലൂടെ സ്വർഗത്തിലും ഭൂമിക്കും പ്രൈസ് ദി ലോർഡ് ഭൂമിയിലുമുള്ള സകല നന്മകളും അവൻ നിങ്ങൾക്കായി കൈമാറും. സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പ്രൈസ് ദി ലോർഡ് നിങ്ങളിലേക്ക് ഉയർത്തുന്നു. ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം അവരുടെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ, സ്വർഗത്തിലേക്ക് നോക്കുവാൻ തയ്യാറാക്കണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് നിങ്കലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണമേ, ഞാൻ എൻ്റെ കണ്ണ് നിങ്കലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കുന്നവന് താൻ കൃപ ചെയ്യുമെന്നുള്ള ബോധ്യം സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു, ദൈവഭക്തനുണ്ടായിരുന്നു. സ്വർഗത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ കൃപ ചെയ്യുമെന്നുള്ള ആ വെളിപ്പാട് അവൻ്റെ അകത്ത് കത്താൻ തയ്യാറായി. അവൻ ആദ്യം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് നിങ്കലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് നീ എനിക്ക് കൃപ ചെയ്യണം, നീ എനിക്ക് കൃപ ചെയ്യണം. സ്വർഗത്തിങ്കിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. അവൻ്റെ കൃപ അവകാശമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ പ്രിയമുള്ളവരെ? ദൈവത്തിൻ്റെ കൃപ നമ്മുടെ അവകാശമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് പറയുവാൻ തക്കവണ്ണം തയ്യാറാക്കണം. തുടർന്നുള്ള വാക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൃപ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ അവകാശമാണ്. കാര്യം പ്രൈസ് ദി ലോർഡ്, കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി മാറി. അതുകൊണ്ട് അവൻ്റെ കൃപ നമ്മളുടെ അവകാശമാണ്. അടുത്ത വാക്ക് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് പ്രൈസ് ദി ലോർഡ് വളരെ സന്തോഷമുണ്ടായി. ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഞങ്ങളുടെ നിന്നയെ മാറ്റുവാൻ നിന്റെ കൃപയ്ക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അകത്തളത്തിൽ കാത്തുന്നുണ്ട്, ദൈവമേ ഞങ്ങളുടെ നിന്ന മാറ്റുവാൻ, ഞങ്ങളിപ്പോൾ സഹിക്കുന്ന ഈ സാഹചര്യങ്ങളെ മാറ്റുവാൻ, ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ അപമാനമായിരിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റുവാൻ നിന്റെ കൃപയ്ക്ക് കഴിയുമെന്നുള്ള വെളിപ്പാട് അഭിഷിക്തന്റെ പ്രൈസ് ദി ലോർഡ് സങ്കീർത്തനക്കാരന്റെ അകത്ത് കത്താൻ തയ്യാറായപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നിന്ന സഹിച്ചു മടുത്തിരിക്കുന്നു. അതുകൊണ്ട് നീ ഞങ്ങളോട് കൃപ ചെയ്യണം.
മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവന്റെ കൃപ ആവശ്യമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യെസ് കർത്താവേ, ഞാനൊരു നിന്ദയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു അപമാനത്തിന്റെ കർത്താവ് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. എനിക്ക് സഹിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിന്റെ ഭക്തനായിരിക്കുന്ന, നിന്റെ മകനായിരിക്കുന്ന, നിന്റെ മകളായിരിക്കുന്ന, നിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട എനിക്ക് വേണ്ടി സ്വർഗം കൃപ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നോക്കിക്കേ, ഒരു ഭക്തന്റെ പ്രൈസ് ദി ലോർഡ് ആത്മാവിലുള്ള ഒരു ഉറപ്പ്, ഭക്തന് കിട്ടിയ വെളിപ്പാട്, ദൈവത്തിന്റെ കൃപ എൻ്റെ നിന്നയെ മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഏതെങ്കിലും വിഷയത്തിൻ്റെ അകത്ത് നിന്ന സഹിച്ച് മടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ അഭിഷേകത്തോടു കൂടി കൈമാറുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ നിന്നയെ മാറ്റും. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ അപമാനത്തെ മാറ്റും. ദൈവത്തിന്റെ കൃപ നിങ്ങളെ പുതിയ നന്മയിലേക്ക് കരം പിടിക്കും. അവന്റെ കൃപ ഇന്ന് രാത്രിയിൽ നിങ്ങളെ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ചില വെളിപ്പാടുകൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാകുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഒരു വെളിപ്പാടായിരിക്കും നമ്മുടെ ജീവിതം തന്നെ മറിയുവാൻ കാരണമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് കാര്യത്തെ ഞാൻ നിങ്ങൾക്കായി കൈമാറാം. പ്രൈസ് ദി ലോർഡ്. യായിറോസ് കർത്താവിങ്കലെ അടുക്കൽ വന്ന് പറയുന്ന ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, നീയൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ മകൾക്ക് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ്. അത് അദ്ദേഹത്തിന് കിട്ടിയൊരു വെളിപ്പാടാണ്. നീ എൻ്റെ ഭവനത്തിൽ വരണമെന്നില്ല, എൻ്റെ കുഞ്ഞിനെ കാണണമെന്നില്ല, എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തെ ശാസിക്കണമെന്നില്ല, നീ എൻ്റെ കുഞ്ഞിനെ തൊടണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ കുഞ്ഞിന് സൗഖ്യം വരും. അത് അദ്ദേഹത്തിന് കിട്ടിയ വെളിപ്പാടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭാവിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, പോക, സമാധാനത്തോടു കൂടി പോക. അദ്ദേഹത്തിൻ്റെ വെളിപ്പാടിന് മറുപടി അദ്ദേഹം വീട്ടിൽ സന്തോഷത്തോടെ കാണുവാനിടയായി തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. അവൾ യേശുവിനോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, യേശു അവളോട് പറയുന്നൊരു വാക്കുണ്ട്, ഒരു അപ്പം നുറുക്കുന്ന കാര്യത്തെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ഈ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. പ്രൈസ് ദി ലോർഡ്. അന്നേരം അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കുട്ടികളും മേശമേൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകളെ തിന്നുന്നുവല്ലോ. ഞാനൊരു കാര്യത്തെ കൈമാറാം. പ്രൈസ് ദി ലോർഡ്. യേശുവാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന വെളിപ്പാട് അവൾക്ക് അകത്ത് കത്തി. ഈ അപ്പം നുറുങ്ങപ്പെടുമെന്നും, പ്രൈസ് ദി ലോർഡ്, നുറുങ്ങിയാൽ ജാതികളായിരിക്കുന്ന ഞങ്ങൾക്കും വിടുതലുണ്ട്, അതുകൊണ്ട് എൻ്റെ വിടുതലിങ്ങ് തന്നേക്ക്, അതെൻ്റെ അവകാശം എന്നുള്ള വെളിപ്പാട് അവളുടെ അകത്ത് കത്തിയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവളുടെ കുഞ്ഞിൻ്റെ ഭൂതോദ്രവം മാറി സൗഖ്യം വ്യാപരിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ചില കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന, ചില തലമുറകളെ ബാധിച്ചിരിക്കുന്ന ഭൂതോദ്രവം അത് വിട്ടുമാറുന്നുവെന്ന് ആത്മാവ് കൈമാറുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടുള്ള മാതാപിതാക്കളാണോ നിങ്ങൾ? വെളിപ്പാടകത്ത് കത്തിയ മാതാപിതാക്കളാണോ നിങ്ങൾ? നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ സ്വീകരിച്ച, തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാപിച്ച വെളിപ്പാട് നിങ്ങളുടെ തലമുറകളെ രക്ഷിക്കുവാനിടയായി തീരും. സുറഫൈനക്കാർക്ക് കിട്ടിയ ആ വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ തലമുറകൾ ലജ്ജിച്ചു പോകുവാൻ, നശിച്ചു പോകുവാൻ, നിന്ദപാത്രമാകുവാൻ, പരസ്യകൊലമാകുവാൻ, അപമാനിക്കപ്പെട്ടു പോകുവാൻ, ഒന്നുമില്ലാത്തവരായി തീരുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. ഒരു വെളിപ്പാട്, യേശു ആരെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ തലമുറകളുടെ വിധിയെ തിരുത്തി എഴുതുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. വെളിപ്പാടുള്ളവന്റെ തലമുറ നശിച്ചു പോകത്തില്ല. യേശുവാരെന്നുള്ളവന്റെ വെളിപ്പാട് കിട്ടിയവന്റെ കുടുംബം നശിക്കപ്പെട്ടു പോയിട്ടില്ല.
ജാതിയായിരിക്കുന്ന ഒരു സ്ത്രീ വന്ന് പറയുകയാ, യേശു പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഞാൻ വന്നത് എൻ്റെ ജനത്തെ രക്ഷിപ്പാനാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, അതായത് യഹൂദന്മാർക്ക് വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ സ്ത്രീ പറഞ്ഞു, ഞാൻ ജാതിയാ. പ്രൈസ് ഞാൻ പറഞ്ഞ വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിൻ്റെ അകത്ത് അങ്ങനെയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജാതികളിൽ ജാതിയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് വന്നതാണെങ്കിൽ അത് നുറുങ്ങും, അതെനിക്കും രക്ഷയാകും. അതുകൊണ്ട് എൻ്റെ രക്ഷയെ അവൾ ചോദിച്ചു വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ആവശ്യമുള്ളത് ദൈവത്തോട് ചോദിച്ചു വാങ്ങണമെന്ന് ആത്മാവ് പറയുന്നു. ലിപിനി അർത്ഥവന അങ്കിളിനോട് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. അത് നിങ്ങളുടെ അവകാശമാണ്. തരുവാൻ അവൻ വിശ്വസ്തനെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം പറക. ഇന്ന് രാത്രികാൽ ആ ഒരു ദൂതനെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. മകനെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പ്രൈസ് ദി ലോർഡ്. ഒരു കുരുടനായിരിക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? യേശു പൊട്ടനായത് കൊണ്ടല്ല ചോദിച്ചത്, നിന്റെ ആധാരത്തിൽ നിന്ന് പറയണം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം. നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ കർത്താവ് കൈമാറുന്നുവെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ലിഖാമനാതിരിയ, നിങ്ങളുടെ അവകാശത്തെ ചോദിച്ചു വാങ്ങാൻ ആത്മാവ് പ്രവചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെ ദുഷ്ടനായവൻ പിടിച്ചു വെക്കുവാൻ, നശിപ്പിച്ചു കളയുവാൻ സമ്മതിക്കത്തില്ലെന്ന് ആത്മാവ് കൈമാറുകയാണ്. വിശ്വസിച്ചോ, ആ ദൂതനോട് പ്രതികരിച്ചോ, അത് അങ്ങനെ തന്നെ അത്ഭുതമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഓൺലൈനിൽ കേൾക്കുന്ന പ്രൈസ് ദി ലോർഡ് പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ കൈമാറുന്നു. സുറഫീനെ കാരത്തി അവളുടെ രക്ഷ, അവളുടെ തലമുറകൾക്ക് വേണ്ടി വിടുതൽ അവൾ ചോദിച്ചു വാങ്ങിയതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ചില വിഷയങ്ങൾക്കുള്ള മറുപടികൾ ചോദിച്ചു വാങ്ങണമെന്ന്, നിങ്ങളുടെ അവകാശത്തെ ചോദിച്ചു വാങ്ങണമെന്ന് ആത്മാവ് കൈമാറുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൂതനോട് പ്രതികരിച്ചു ആമേൻ പറഞ്ഞു. നല്ല ദൈവസാന്നിധ്യം വ്യാപരിക്കും. ഞാൻ നന്നായി അറിയുന്നു. ലിഖാമനഘടകസ്യർത്ഥനാദിയ. പ്രിയമുള്ളവരെയും, നമ്മളുടെ അവകാശം അത് ദുഷ്ടനായവൻ മുടിച്ചു കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. ദുഷ്ടന് ചെങ്കോലൊക്കെ ഉണ്ടാകുമായിരിക്കും, പക്ഷെ നീതിമാനെ തൊടാൻ അനുവദിക്കത്തില്ല. നീതിമാന്റെ അവകാശത്തെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രികാലം ദുഷ്ടന്റെ കോല പ്രൈസ് എൻ്റെ കുടുംബത്തോടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിനോടുണ്ട്, എൻ്റെ ആരോഗ്യത്തോടുണ്ടെന്ന അങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. നീതിമാനൊരു അവകാശമുണ്ടെന്ന് നീതിമാനൊരു അവകാശമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കണമെങ്കിൽ ദൈവം ഒന്ന് അനുവദിക്കണം. പിന്നെ എന്തിനാ പ്രിയമുള്ളവരെ ഭാരപ്പെടുന്നത്? പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ അവകാശത്തെ നശിപ്പിക്കുവാൻ ദുഷ്ടനെ ദൈവം അനുവദിക്കത്തില്ലെന്നുള്ള ഉത്തമ ബോധ്യം അകത്തളത്തിൽ കത്തട്ടെ. അപ്പൊ ഉറപ്പ് പറയുകയാണ്, എന്ത്? നീതിമാന് ഒരവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീതിമാന് ഒരവകാശമുണ്ട്. ആദരം തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ നീതിമാനാണ്, ദൈവസന്നിധിയിൽ എനിക്ക് ഒരവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ദൈവസന്നിധിയിൽ ഒരു അവകാശമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞാൻ എൻ്റെ കണ്ണ് പ്രൈസ് ദി ലോർഡ് സ്വർഗത്തെങ്കിലേക്ക് ഉയർത്തുന്നു, അതുകൊണ്ട് നീ കൃപ ചെയ്യണം. കാര്യം ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളോട് കൃപ ചെയ്യണം. അവൻ്റെ കൃപ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവൻ്റെ കൃപ നമുക്ക് മതിയെന്ന് പൗലോസ് യേശുവിനോട് ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസിനൊരു ശൂലമുണ്ടായിരുന്നു. ആ ശൂലം നീങ്ങിക്കിട്ടുവാൻ ദൈവത്തോട് 3 പ്രാവശ്യം അവൻ അപേക്ഷിച്ചു എന്നാ പറഞ്ഞേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ശൂലം സാത്താൻ്റെ ദൂതനെ തന്നെ അത് നീങ്ങി കിട്ടേണ്ടതിന് 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ അവൻ ദൈവത്തോടെ അപേക്ഷിച്ചു. ദൈവം പറഞ്ഞ വാക്ക്, എൻ്റെ കൃപ നിനക്ക് മതി.
പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ കൃപ പ്രൈസ് ലോർഡ്. ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ മതി, ദൈവജനത്തിന് തീർന്നില്ല. പ്രൈസ് ലോർഡ്. അടുത്ത വാക്യം, സുഖിയാന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ആദ്യത്തെ വാക്കിൽ നിന്ന സഹിച്ച് മടുത്തതേ ഉള്ളൂ, പ്രൈസ് ലോർഡ്. രണ്ടാമത്തെ വാക്കിൽ ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു, പ്രൈസ് ലോർഡ്. അപ്പോൾ അവിടെ കുറച്ചും കൂടി ഒന്ന് ആഴത്തിലേക്കൊന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ, പ്രൈസ് ലോർഡ്. നാലാമത്തെ വാക്യങ്ങൾ, അപ്പം സുഖിയാന്മാരുടെ പരിഹാസം, പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ ഭൂമിയിലകത്ത് നല്ലപോലെ ജീവിക്കുന്ന, ഒന്നിനും കുറവില്ലാതെ ജീവിക്കുന്ന, എല്ലാ മേഖലയ്ക്ക് സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടായി ജീവിക്കുന്ന അവർക്കുള്ള സ്വഭാവമാണ് മറ്റുള്ളവരെ പരിഹസിക്കുക. അപ്പോൾ സുഖിയാന്മാരുടെ പരിഹാസം. അടുത്തത് അഹങ്കാരികളുടെ നിന്ന, പ്രൈസ് ലോർഡ്. അപ്പം അഹങ്കാരികളുടെ ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ നിന്ദിക്കുക. അപ്പോൾ സുഖിയാന്മാരുടെ പരിഹാസവും അഹങ്കാരികൾ നിന്നയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോട് ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ മനസ്സിനെ മടുപ്പിച്ചു കളയുന്ന, പ്രൈസ് ലോർഡ്, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ മടുപ്പിച്ചു കളയുന്ന, നിങ്ങളുടെ ജീവിതത്തെ മടുപ്പിച്ചു കളയുന്ന, പ്രൈസ് ലോർഡ്, ദൈവസന്നിധിയിൽ നിന്നും നിങ്ങളെ അകറ്റി കളയുന്ന, നിങ്ങളുടെ ആത്മാവിനെ മടുപ്പിക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തെ മടുപ്പിക്കുന്ന, നിങ്ങളുടെ വിശ്വാസത്തെ മടുപ്പിക്കുന്ന ചില സാഹചര്യത്തിൻ്റെ അകത്തിൽ നിന്നും കർത്താവിൻ്റെ കൃപ നിങ്ങളെ പുറത്തെടുക്കും. അവൻ പറയുന്ന വാക്ക്, സുഖിയാന്മാരുടെ പരിഹാസം ഞങ്ങളത് സഹിച്ചു മടുത്തു കർത്താവേ, പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഞങ്ങളോട് നീ കൃപ ചെയ്യണം. നിന്റെ കൃപ ഈ സുഖിയാന്മാരുടെ പരിഹാസത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും, പ്രൈസ് ലോർഡ്. അടുത്ത വാക്ക്, കർത്താവേ നീ ഞങ്ങളോട് കൃപ ചെയ്യുമാറാക്കണമേ. അഹങ്കാരികളുടെ നിന്ന സഹിച്ച് ഞങ്ങൾ മടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കൃപയ്ക്ക് അഹങ്കാരികളുടെ നിന്നയിൽ നിന്നും ഞങ്ങളെ പുറത്തെടുക്കുവാൻ നിന്റെ കൃപയ്ക്ക് സാധിക്കും. അതുകൊണ്ട് ഞങ്ങളോട് കൃപ ചെയ്യണമേ, പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു, പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ ഈ മനം മടുപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങളെ പുറത്തെടുക്കുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളുടെ സന്തോഷത്തിലാക്കുവാൻ, ഞങ്ങൾക്ക് സമാധാനത്തെ തരുവാൻ ഞങ്ങൾക്ക് ദൈവകൃപ പകരുമാറാക്കണമേ. നീ ഞങ്ങളോട് കൃപ ചെയ്യുമാറാക്കണമേ, പ്രൈസ് ലോർഡ്. ഏതെങ്കിലും വിഷയത്തിൻ്റെ അകത്ത് മനം മടുത്തു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ കൃപ ആ വിഷയത്തിൻ്റെ അകത്തിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും, പ്രൈസ് ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിൻ്റെ അകത്തിൽ നിന്നും ജയിച്ചു കയറുവാൻ, പുറത്ത് കടക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മെ സഹായിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ, ഒരു നിമിഷം, പ്രൈസ് ലോർഡ്. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ ഒന്ന് തന്നെ താൻ